ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന് ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആഗോള ക്രൈസ്തവരുടെ ഇടയിൽ പുതുക്കത്തിനും രൂപാന്തരത്തിനും വിശുദ്ധീകരണത്തിനും വഴിയൊരുക്കുന്ന നാളുകളാകുന്നു ഈ നോമ്പിന്റെ കാലഘട്ടം. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ, പീഡാനുഭവം, ക്രൂശീകരണം, ഉയർപ്പ് ഇവയോട് ഏകീഭവിച്ച് ക്രമമായി ഈ സംഭവങ്ങളെല്ലാം ധ്യാനിച്ച് സ്വയമായി ആത്മപരിശോധന നടത്തേണ്ട കാലം കൂടിയാകുന്നു ഈ നോമ്പ് കാലഘട്ടം. അല്പസമയത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാകുന്നു ഇത്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന യേശുവാണ് ഈ കഥാസന്ദർഭം. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 2 ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, തിരസ്കരിക്കപ്പെട്ടവരെ, ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കുന്ന യേശു. തിരസ്കരിക്കപ്പെടുന്നവരെ, ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് പിടിക്കുന്ന യേശു. ഇവിടെ കുഷ്ഠരോഗി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ സൗഖ്യമാക്കുക എന്നല്ല, മറിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്നാണ് യേശു ക്രിസ്തുവിനോട് പറയുന്നത്. അന്നത്തെ കാലത്ത് കുഷ്ഠരോഗികൾ സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരായിരുന്നു. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വടിവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണമെന്നും നീ കുഷ്ഠരോഗി ആയിരിക്കുന്നിടത്തോളം കാലം അശുദ്ധനായി തീരുമെന്നും തനിച്ച് പാളയത്തിന് പുറത്ത് പാർക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത്രമേൽ പീഡനങ്ങളും ഒറ്റപ്പെടലും അനുഭവിക്കേണ്ടി വന്ന കുഷ്ഠരോഗി അവന്റെ അവസ്ഥ കണ്ട് മനസ്സലഞ്ഞ് യേശു അവനെ തൊട്ട് സൗഖ്യമാക്കുകയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്രകാരം നല്ല മാതൃക കാഴ്ചവെച്ച യേശു ക്രിസ്തു. ഈ നോമ്പുകാലത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കാം. ഒരുപക്ഷെ യേശുക്രിസ്തു നമ്മോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം അത് തന്നെയായിരിക്കും. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കുവാൻ, രോഗത്തിന്റെ ഭാരത്താൽ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുവാൻ, നിന്റെ മാതാപിതാക്കളെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ, ഉറ്റവരെ, ഉടയവരെ, സഹോദരങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഹൃദയത്തിൽ നന്മയുണ്ടാകുമെങ്കിൽ, ഹൃദയത്തിൽ മനസ്സിലും ഉണ്ടാകുമെങ്കിൽ നമ്മുടെ പ്രവർത്തികളിൽ അത്ഭുതമുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. രണ്ടാമതായി, വികലമായ ചിന്താധാരകളെ തിരുത്തുന്നവനായ യേശു. വികലമായ ചിന്താധാരകളെ തിരുത്തുന്നവനായ യേശു. കുഷ്ഠരോഗിയുടെ സാമീപ്യമോ സാന്നിധ്യമോ സ്പർശനമോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു സമൂഹത്തിൽ വെച്ചാണ് യേശു ക്രിസ്തു അവനെ സൗഖ്യമാക്കുന്നത്. കുഷ്ഠരോഗിയെ തൊടുന്നവൻ അശുദ്ധനായി തീരും എന്നുള്ള വ്യവസ്ഥിതി നിലനിൽക്കുന്ന സമൂഹത്തിൽ വെച്ച് തന്നെ അവനെ തൊട്ട് സൗഖ്യമാക്കി ആ ഒരു വ്യവസ്ഥിതിയെ ഇല്ലായ്മ ചെയ്യുകയാണ് യേശുക്രിസ്തു ചെയ്യുന്നത്. ഇവിടെ ചൂഷണത്തിന് ഇരയായ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുകയല്ല, ആ ചൂഷണത്തെ കൂടി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. തനിക്ക് ഭ്രഷ്ട് ഏൽപ്പിച്ചവർക്ക് മുന്നിൽ തന്നെ താൻ സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഒരു അവസരം കൂടി കുഷ്ഠരോഗി നൽകുന്നു. ഈ നോമ്പ് കാലയളവിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഇവയും ഉൾപ്പെടുത്താം. കർത്താവേ, മറ്റുള്ളവരുടെ വേദന കാണാൻ കഴിയാതെ പോയ എന്റെ കണ്ണുകളെ, മറ്റുള്ളവരുടെ നിലവിളി കേൾക്കാൻ സാധിക്കാതെ പോയ എന്റെ ചെവികളെ, ദൈവത്തിനായി പ്രവർത്തിക്കാൻ സാധിക്കാതെ പോയ എന്റെ കൈകാലുകളെ, ദൈവമേ നീ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലയളവ് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാനും ഉതകുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആമേൻ.